നമസ്കാരം. എല്ലാവർക്കും പുസ്തകോത്സവത്തിലേക്ക് സ്വാഗതം. വിശക്കുന്ന മനുഷ്യ, പുസ്തകം കയ്യിലെടുക്കൂ, അതൊരായുധമാണ് എന്ന് എഴുത്തുകാരനായിട്ടുള്ള ബർട്ടോൾട്ട് ബ്രച്ചറ്റ് വായനയെക്കുറിച്ച് സൂചിപ്പിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. വിശപ്പ് എന്തിനായാലും അത് തീർച്ചയായും നമുക്ക് മാറ്റിയെടുക്കാൻ എന്താണോ ആവശ്യം, അതിലേറ്റവും പ്രധാനമാണ് വായന. വായന മനുഷ്യന് അറിവ് നൽകുന്നതാണ്. അറിവാണ് ഏതൊരു വിശപ്പിനെയും നമുക്ക് മാറ്റിയെടുക്കുന്നത്. അത് ഭക്ഷണമായാലും എന്തു തന്നെയായാലും അറിവില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എഴുത്തിനെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചത് തീർച്ചയായും നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. നിയമസഭാ പുസ്തകോത്സവം അതിൻ്റെ 4ാം പതിപ്പാണ് ഇവിടെ ആരംഭിക്കുന്നത്. കഴിഞ്ഞ 3 പുസ്തകോത്സവങ്ങളിലും ജനങ്ങൾ നൽകിയ മികച്ച സഹകരണം ആ പുസ്തകോത്സവത്തിനെ വമ്പിച്ച് വിജയപ്രദമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 4ാം പതിപ്പ് ജനുവരി 7 മുതൽ 13 വരെയാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഈ പുസ്തകോത്സവത്തിൽ പുതിയ എഴുത്തുകാരെ പരിചയപ്പെടുത്താനും അതോടൊപ്പം തന്നെ അവരുടെ പുസ്തകങ്ങൾ വായിക്കാനും സംവാദം നടത്താനും കഴിയുന്ന ഒരു നല്ല അന്തരീക്ഷം ഈ പുസ്തകോത്സവത്തിൽ സംജാതമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊതുജനങ്ങൾക്കും അതുപോലെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഏറ്റവും നല്ല നിലയിൽ ഇവിടെ ഈ പുസ്തകോത്സവം മികവുറ്റതാക്കി മാറ്റുന്നതിനും അവർക്ക് കൂടുതൽ പുസ്തകങ്ങൾ പരിചയപ്പെടാനും എഴുത്തുകാരെ മനസ്സിലാക്കാനും കഴിയുന്ന ഒരു നല്ല അവസരമാണ് ഈ 4ാമത് പുസ്തകോത്സവം. തീർച്ചയായും കേരള നിയമസഭ ഈ പുസ്തകോത്സവം ഒരുപക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു നിയമസഭ പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രം, അതുപോലെ തന്നെ സാമൂഹിക പശ്ചാത്തലം, ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലാക്കാനും പഴയ എഴുത്തുകാരും പുതിയ എഴുത്തുകാരും കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് അവരുടെ ആശയങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് സംവേദിക്കാൻ കഴിയുന്ന ഈ നല്ല സന്ദർഭം തീർച്ചയായും നിങ്ങളെല്ലാം ഉപയുക്തമാക്കണമെന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാവർക്കും സൗജന്യമായി ഈ പുസ്തകോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതോടൊപ്പം തന്നെ നിയമസഭയെ സംബന്ധിച്ച് മനസ്സിലാക്കാനും നിയമസഭാ മ്യൂസിയം സന്ദർശിക്കാനും നിയമസഭാ ലൈബ്രറി സന്ദർശിക്കാനും പൊതുജനങ്ങൾക്ക് കിട്ടുന്ന നല്ലൊരു അവസരം കൂടിയാണ് ഈ പുസ്തകോത്സവം. തീർച്ചയായും ഈ പുസ്തകോത്സവത്തിൽ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വമ്പിച്ച വിജയപ്രദമാക്കി മുന്നോട്ട് പോകാൻ കഴിയത്തക്ക നിലയിൽ ബഹുജനങ്ങളാകെ തന്നെ ഇതിൽ പങ്കാളികളാകണം. നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിൽ ഏറ്റവും മഹത്തായിട്ടുള്ള സംഭാവന നൽകിയിട്ടുള്ള ഒരു നിയമസഭയാണ് കേരള നിയമസഭ. ആ നിയമസഭയുടെ 4ാമത് പുസ്തകോത്സവത്തിൽ സാഹിത്യകാരന്മാരെയും അതുപോലെ തന്നെ എഴുത്തുകാരെയും കവികളെയും ഒക്കെ പരിചയപ്പെടാനും അവരുടെ രചനകൾ മനസ്സിലാക്കാനും കഴിയുന്ന ഈ അസുലഭ മുഹൂർത്തം തീർച്ചയായും നിങ്ങളെല്ലാം ഉപയോഗിക്കണം. അതിന് നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പുസ്തകോത്സവത്തിൽ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.